ഹായ് ഡിയർ ചിൽഡ്രൻ, വെൽക്കം ബാക്ക് ടു മൈ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ സോൾവ് ചെയ്യാൻ പോകുന്നത് 2025 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൽ നിങ്ങൾക്കൊരു 3 ചാപ്റ്റേഴ്സ് എങ്കിലുമൊക്കെ നിങ്ങളിപ്പോൾ പഠിച്ച് കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുവരെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാം. പിന്നെ അത് കഴിയുമ്പോൾ ഓരോ ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം. അപ്പോൾ ഇനി സമയം കളയണ്ട, നോക്കൂ. ഇത് പോളിനോമിയൽസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കണ്ടല്ലോ, സീറോസ് ഓഫ് ദ പോളിനോമിയൽ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾക്കറിയാം, സീറോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വേരിയബിളിന് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണോ ഈ പോളിനോമിയലിൻ്റെ വാല്യൂ 0 ആവുന്നതിനാണ് എന്ത് വിളിക്കുന്നത്, സീറോസ്. അപ്പോൾ ഇതൊരു 2 ഡിഗ്രി പോളിനോമിയൽ ആയതുകൊണ്ട് അതിന് 2 സീറോസ് ഉണ്ടെന്നും നമുക്കറിയാം. അപ്പോൾ ഇത് എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് വെച്ചാൽ, ഒന്ന് ഈ വാല്യൂസ്, അതായത് ഈ ഇവർ ഗിവൺ സീറോസിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് ഈ പോളിനോമിയലിൻ്റെ വാല്യൂ 0 വരുന്നുണ്ടോ എന്ന് നോക്കുക. പക്ഷെ അത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണെന്ന് തോന്നുകയാണെങ്കിൽ വേറൊരു എളുപ്പമാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഭയങ്കര ഈസിയാണത്. കാരണം നിങ്ങളിപ്പോൾ ഈ MCQ ക്വസ്റ്റിന് പോയിരുന്ന് മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്ത് സമയം കളയേണ്ട കാര്യം ഇല്ല കേട്ടോ. അപ്പോൾ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് ഇത് നോക്കൂ, ഇതൊരു ഫ്രാക്ഷനായിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഫ്രാക്ഷൻ മാറ്റിയിട്ട് ചെയ്യാൻ നോക്കുക. അതിനായിട്ട് ഇതിൻ്റെ LCM 3 ആണ്. 3 കൊണ്ട് എല്ലാ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 21y² മൈനസ് 11y മൈനസ് 2. ഇതല്ലേ കിട്ടുന്നത്. എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. എല്ലാ ടേമിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് മിഡിൽ ടേം സ്പ്ലിറ്റിംഗ് വരുമ്പോൾ 21 ഇൻറ്റു -2, ദാറ്റ് ഇസ് -42 പ്രോഡക്റ്റും സം -11ഉം വരുന്ന 42ൻ്റെ ഫാക്ടേഴ്സാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 42ൻ്റെ ഫാക്ടേഴ്സ് നോക്കുമ്പോൾ പ്രോഡക്റ്റ് നെഗറ്റീവ് ആയതുകൊണ്ട് ഒരു നമ്പർ നെഗറ്റീവ്, ഒരു നമ്പർ എന്തും ആയിരിക്കും, പ്ലസും ആയിരിക്കും. അത് നമുക്ക് ഷുവറാണ്. അപ്പോൾ ഏതൊക്കെ ഫാക്ടേഴ്സ് വരാം, നിങ്ങൾ തന്നെ 42ൻ്റെ ഫാക്ടേഴ്സ് പെട്ടെന്ന് കണ്ടുപിടിക്കുക. അതിൽ 6ഉം 7ഉം എന്തായാലും വരില്ല എന്നൊക്കെ എല്ലാവർക്കും അറിയാം. വരുന്നത് 14ഉം 3ഉം ആണ്. 14 3 -14ഉം +3ഉം ആണ്. അപ്പോൾ പ്രോഡക്റ്റ് നെഗറ്റീവായി, സം നെഗറ്റീവായി. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മളുടെ ഫാക്ടേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈൻ എഴുതുക ഇതിൻ്റെ. അതായത് +14ഉം -3. Okay, then divided by the coefficient of y², that is a കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 21 എന്നിട്ട് സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ 2 × 7 3 × 7, ദിസ് ഈസ് 1, ദിസ് ഈസ് 7. ഓക്കെ, സോ നമുക്ക് കിട്ടുന്ന സീറോസ് എന്തൊക്കെയാണ്, 2/3ഉം -1/7. ഇതാണ് സീറോസ്. മനസ്സിലായല്ലോ. എന്താ ചെയ്യേണ്ടത്, ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക. ഫാക്ടേഴ്സ് -14ഉം +3 ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമുക്കിനി ഫൈൻഡ് ചെയ്യേണ്ടത് സീറോസ് ആണ്. ജസ്റ്റ് ഓപ്പോസിറ്റ് സൈൻ എഴുതുക. ഈ കോഎഫിഷ്യൻ്റ് ഓഫ് y², അതായത് a കൊണ്ട് ഡിവൈഡ് ചെയ്യുക. വി ഗെറ്റ് ദ സീറോസ്. 2/3 -1/7. യെസ്, ഡി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. മനസ്സിലായല്ലോ. സ്പീഡ് കൂടുന്നെന്ന് തോന്നുന്ന കുട്ടികൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫോണിൽ തന്നെ സ്പീഡ് കുറച്ച് വെച്ച് മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. എ സിസ്റ്റം ഓഫ് 2 ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് ഇസ് ഇൻകൺസിസ്റ്റൻറ്റ് ഇഫ് ദ ലൈൻ ഇൻ ദ ഗ്രാഫ് ആർ. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഈ പോർഷനിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റിൽ നിന്ന് എങ്ങനെയായാലും ഒരു ക്വസ്റ്റ്യൻ MCQ സ്ഥിരം വരാറുണ്ട്. അപ്പോൾ അതെല്ലാവർക്കും അറിയാം. അത്രയും സിമ്പിളാണ് അതല്ലേ. ഇൻകൺസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ നോ സൊല്യൂഷൻസ് എന്നാണ്. അപ്പോൾ സൊല്യൂഷൻ ഇല്ലാത്ത ഇക്വേഷൻ്റെ ഗ്രാഫിൻ്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും, അതെല്ലാ കുട്ടികൾക്കും അറിയാം. അത് പാരലലായിരിക്കും എന്നുള്ളത്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ, അതായത് നമുക്കിവിടെ ഒന്നും തന്നെ വർക്കൗട്ട് ചെയ്ത് ചെയ്യാൻ ഇല്ല. അപ്പോൾ അത് വളരെ സ്പീഡിന് എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് ടൈം സേവിങ് ആവും. മനസ്സിലായോ. ഇതും പോളിനോമിയൽസ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, ആൽഫ ബീറ്റ ആർ സീറോസ് ഓഫ് ദിസ് പോളിനോമിയൽ, ദെൻ ദ വാല്യൂ ഓഫ് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ആൽഫ ബീറ്റ. ഓൾസോ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, ആൽഫ പ്ലസ് ബീറ്റ നമുക്കറിയാം, ഇറ്റ് ഇസ് -b/a ആണ്. പ്ലസ് ആൽഫ ബീറ്റ ഇറ്റ് ഇസ് c/a. കണ്ടോ, സെയിം ഡിനോമിനേറ്ററും ആണ്. അപ്പോൾ ആൻസർ എന്തായിട്ട് വരും, -b+c അല്ലേ വരുന്നത്, /a. ഓക്കെ, -b+c/a എന്ന് വരുന്നു. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഇവിടെ നോക്കൂ, ഇതിൻ്റെ -b എന്ന് പറയുന്നത് ഇവിടെ എത്രയാണെന്ന് നോക്കൂ. എല്ലാം എഴുതാം അല്ലെങ്കിൽ അല്ലേ.
ഹിയർ എ ഈസ് ഈക്വൽ ടു 1, ബി ഈസ് ഈക്വൽ ടു നെഗറ്റീവ് എ, സി ഈസ് ഈക്വൽ ടു മൈനസ് ബി. മനസ്സിലായല്ലോ? ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. മൈനസ് ബി ബൈ എ. നോക്കുക, ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ട്, ബട്ട് ബി ഓൾസോ മൈനസ് എ ആണ്. ഡിവൈഡഡ് ബൈ എ ഈസ് 1 ആണ്. ഇതൊന്നും എഴുതണ്ട, എം സിക്യൂന് 1 ഒന്നും എഴുതേണ്ട കാര്യമില്ല. പ്ലസ് സി എത്രയാണ് അവിടെ? മൈനസ് ബി ആണ്. ദാറ്റ്സ് ഓൾസോ ഡിനോമിനേറ്റർ 1 ആണ്. അപ്പോൾ എന്ത് വരും? അപ്പോൾ ഇത് മൈനസ് ആണ്. സോ നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് എന്തായി? പോസിറ്റീവ്. ഹിയർ ഇറ്റ് ഇസ് മൈനസ് എ മൈനസ് ബി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എ മൈനസ് ബി ഇസ് ദ ആൻസർ. അതായത് സി ആണ് ഇതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.